ശിഹാബോര് പിരിഞ്ഞ നാള് മണ്ണിൽ ജനമാകെ തരിച്ചു നിന്നു. കേരളീയ മുസ്ലിം സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച ഷെയ്ഖുന മുസാദ്, കാസർഗോഡ് ജില്ലയിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആരോഗ്യ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ സുഗ്രഹമായ സേവനം പഠിച്ച് നമുക്ക് നേതൃത്വം നൽകുന്ന ഗ്ലോബൽ സ്കൂൾ ചെയർമാൻ കൂടിയായ ലത്തീഫ് ഉപ്പളകി, അതുപോലെ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കലക്ടർമാർ, വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലൊക്കെ നേതൃത്വം നൽകുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, മീഡിയ സഹോദരന്മാർ, കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾക്ക് കൂടുതൽ രൂപവും ഭാവവും നൽകി പുതിയ ഒരു കാൽവെപ്പിന് വേണ്ടി ഒരു ഒരുമിക്കൽ, ഒരു കൂടിച്ചേരൽ എന്ന് മാത്രമാണ് നമ്മുടെ ഈ ഒരു സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച നാടാണ്. അത് നന്നായി ചെലവഴിക്കാൻ മുന്നോട്ട് വരുന്ന മഹൽ വ്യക്തിത്വങ്ങളും കൂടിയാണ് കാസർഗോഡ് ജില്ലയിലെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മഹൽ വ്യക്തിത്വങ്ങളാണ്. ഇത് നമുക്ക് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് കാസർഗോഡ് ജില്ലയ്ക്ക് പുതിയ വിദ്യാഭ്യാസ നിറം നൽകിക്കൊണ്ട്, രൂപം നൽകി പുതിയൊരു ദിശയിലേക്ക് നമ്മൾ ഒന്നിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകണം. അതിന് നിർണായകമായ ഇടപെടൽ നടത്താൻ സാധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്ന, സോഷ്യൽ മേഖലയിൽ ഇടപെടുന്ന, സാമ്പത്തികമായി അതിന് പിൻബലം നൽകാൻ പറ്റുന്ന മഹൽ വ്യക്തിത്വങ്ങളെ മാത്രം ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഗമം ഇവിടെ വിളിച്ചു ചേർത്തത്. കൃത്യമായ ദിശാബോധമുള്ള, സോഷ്യൽ ലീഡർഷിപ്പിൽ കപ്പാസിറ്റിയുള്ള, ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് വിഭാഗവും ഒരുമിച്ച് നിന്നാൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ഒരു ചിന്തയും ഒരു ചർച്ചയും ഉണ്ടാക്കാനുള്ള ഒരു വേദി ഒരുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ സംഗമത്തിൽ. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ചെറിയ ചെറിയ ഇടപെടലുകളൊക്കെ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാടിലെ അക്കാദമി, അതിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ചിങ്ങും ഇന്നത്തെ ഈ സംഗമം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ +2 SLCക്ക് ശേഷം +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് റെസിഡൻഷ്യലായി താമസിച്ച് അവർക്ക് ഈ മേഖലയിൽ നല്ല കോച്ചിങ് കൊടുത്തുകൊണ്ട് കാസർഗോഡ് ജില്ലയിലേക്ക് പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തണമെന്ന ആഗ്രഹത്തോടു കൂടി ചെയർമാൻ ലത്തീഫ് ഉപ്പള, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 1.5 മണിക്കൂർ എന്നൊരു ഡ്യൂറേഷൻ വെച്ചാണ് ഈ പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതിൽ ഓരോ ആളുകൾക്ക് ഒരു 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഓരോ വിഷയങ്ങളാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുക. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പരിശുദ്ധ ദീൻ വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യം എന്നതാണ്. വളരെ കൃത്യമായും വ്യക്തമായും ഇതിൻ്റെ ആദ്യാവസാനം വരെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നബി തങ്ങൾ ഹിറാ ഗുഹയിൽ ഉണ്ടാകുമ്പോൾ ഇഖ്റ എന്ന പദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുക്കുന്ന സമയത്ത് അന്ന് മക്കയിൽ 3000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. 3000-ഓളം ആളുകൾ അന്ന് മക്കയിലുണ്ട്. ആ 3000-ഓളം ആളുകളിൽ 15 പേരാണ് എഴുതാനും വായിക്കാനും അറിഞ്ഞിരുന്നത്. അപ്പോൾ അവിടുത്തെ ലിറ്ററസി എന്ന് പറയുന്നത് 0.5% ആണ്. 0.5% ലിറ്ററസി ഉള്ള
മക്കക്കാരിലേക്കാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഇഖ്റ, നീ വായിക്കണം എന്ന ഒരു പദം അള്ളാഹു എന്നതിനെ പറയാം. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അട്ടയെ പോലെയുള്ള വസ്തുവിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അതൊരു റിസർച്ച് ചെയ്യാനുള്ള വാതായനങ്ങൾ തുറന്നു വെക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. പിന്നെ പറഞ്ഞു ഇഖ്റ വറബ്ബുക്കൽ അക്രമല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിന്റെ എഴുത്തിനെയും പുസ്തകങ്ങളെയും വല്ലാതെ ഭയന്നവരാണ്. അതിനെ ബ്ലാക്ക് മാജിക് എന്ന് വിളിച്ചവരാണ്. ബഗ്ദാദിനെ 1258 അവർ ചുട്ടരിച്ചു കളയുന്ന സമയത്ത് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുടെ ശേഖരങ്ങളെ മംഗോളിയൻ ചക്രവർത്തി ഹുലാബു ഖാൻ കരിച്ചു കളയാനുള്ള കാരണം എന്താ? അവർക്ക് പുസ്തകങ്ങളെ പേടിയായിരുന്നു. അതൊരു ബ്ലാക്ക് മാജിക് ആണ്. എങ്ങനെയാണ് ഒരാളുടെ മനസ്സിലുള്ള ഒരു കാര്യം മറ്റൊരാളിലേക്ക് സന്നിവേശിപ്പിക്കാം? ഒരു എഴുത്തെങ്ങനെയാണ് മറ്റൊരാളിൽ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഗവർണർ ആക്കണം നബിയെ, എനിക്ക് ഗവർണർ ആവാൻ വലിയ ആഗ്രഹമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, നീ ബലഹീനനാണ് മുആദേ, ഒരു ഗവർണർ ആവാനുള്ള യോഗ്യത നിനക്കില്ല. ഈ അധികാരം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് പറഞ്ഞേക്കുമ്പോ മഹാന്മാരായ ചില സഹാബാക്കൾക്ക് ചെറിയ ആശങ്കയുണ്ടായി. എന്തിനാണ് നബിയെ ഈ ചെറുപ്പക്കാരനായ 18കാരനെ യുദ്ധത്തിന്റെ സൈന്യാധിപനായി പറഞ്ഞേക്കുന്നത്? ധീരരായ പലരും ഇവിടെയില്ലേ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇവൻ യോദ്ധാവാണ്, ഇവന്റെ പിതാവ് യുദ്ധത്തിൽ പോയി ധീരമായി പോരാടിയിട്ടുണ്ടെങ്കിൽ ഉസാമയ്ക്ക് അതിന് കഴിയുമെന്ന് പറഞ്ഞ് യൂറോപ്പിലേക്ക് റോമിലേക്ക് പടനയിക്കാൻ നബി തങ്ങൾ തെരഞ്ഞെടുത്തത് 18കാരനായ ചെറുപ്പക്കാരനെയാണ്. അപ്പൊ നബി തങ്ങൾ കൃത്യമായി ഓരോ ആളുകളെ തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ് ഞാനിവിടെ പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ നമ്മൾക്ക് തുറന്നു തന്നു. നമ്മൾ എത്ര കാലം വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ അത്രയും കാലം ചരിത്രത്തിൽ ഒരിടം നമ്മൾക്ക് ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഉമയ്യ ഡൈനാസ്റ്റി അറിയാം. എന്നാൽ വർഷങ്ങൾ 1000 കഴിഞ്ഞിട്ടും നമ്മുടെ കുടുംബക്കാരല്ല ഗസാലി ഇമാം, നമ്മുടെ നാട്ടുകാരനല്ല ബുഖാരി ഇമാം, നമ്മളുമായി യാതൊരു ബന്ധവുമില്ല ആർക്ക്? മഹാനായ ഇമാം മുസ്ലിം തങ്ങൾക്ക്. എന്നിട്ട് പോലും നാഴികക്ക് 40 വട്ടം ഇമാം മുസ്ലിമിന്റെയും ബുഖാരിയുടെയും ഗസാലിയുടെ ഒക്കെ പേരുകൾ നമ്മൾ അനുസ്മരിക്കുന്നുവെങ്കിൽ അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി നൽകിയ ഉപ്പയുടെ പേരെന്താണെന്ന് ചോദിച്ചാല് 90% ആളുകൾക്ക് അറിയില്ല. ഉപ്പാപ്പയുടെ പേര് ചോദിച്ചാല് 100% ആളുകൾക്കും ഒരു പക്ഷെ അറിഞ്ഞില്ല എന്ന് വരാം. അഥവാ ഒരു 100 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ഉപ്പമാര് വരെ ചരിത്രത്തിൽ നിന്ന് വിസ്മൃതിയിലേക്ക് പൂണ്ടുപോവാണ്. അതേ അവസ്ഥയാണ് എന്റെയും നിങ്ങളുടേതും. ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് എന്നറിയും, എന്റെ കുട്ടികൾക്ക് പേരക്കുട്ടികൾക്ക് എന്നറിയും. ആ പേരക്കുട്ടികളുടെ കാലം കഴിഞ്ഞാൽ ഖലീൽ ഹുദവി എന്ന് പറയുന്ന ഈ മനുഷ്യൻ വിസ്മൃതിയിലാണ്. പിന്നെ ചരിത്രത്തിൽ എനിക്കൊരിടമില്ല, എന്നെ സ്മരിക്കാൻ ആളുകളില്ല. അപ്പൊ ഇവിടെ എന്റെ സ്മരണകൾ ബാക്കിയാവണമെങ്കിൽ എന്താ ഇവിടെ ബാക്കി വെക്കേണ്ടത്? ഇൻവെസ്റ്റ് ചെയ്യാൻ പലരെയും സമീപിക്കാറുണ്ട്. അപ്പൊ ആർക്കും ഇതിന് താല്പര്യമില്ല. കാരണം എന്തേ? ഇതിന് പ്രോഫിറ്റ് കുറവാണ്, ഇതിന് ലാഭം കുറവാണ്. നേരെ മറിച്ച് നമ്മൾ വലിയ വലിയ കോടികൾ സ്വന്തമായി ഇൻവെസ്റ്റ് ചെയ്ത് വലിയ അമ്പലച്ചുംബിയായ ബിൽഡിങ്ങുകൾ നമ്മൾ നിർമ്മിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവകാശികളായി മക്കൾ ശണ്ട കൂടുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്മരണക്കായി ബാക്കിയുണ്ടാകുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ബാക്കി വെച്ച നമ്മുടെ ഊർജവും നമ്മുടെ സമയവും രാഷ്ട്രീയ മേഖലയിൽ, സംഘടനാ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകൾ ചെയ്തിരുന്നു എന്നാണ്. മാൽദീവ്സിൽ നിന്ന് മണ്ണെണ്ണ അടക്കം കുമ്പള പോർട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങൾ നമ്മൾ കാണാം. 9ഉം 14ഉം നൂറ്റാണ്ടുകൾക്കിടയിലാണ്. അതിനുശേഷമാണ് വിദേശ ശക്തികൾ വന്നത്. പോർച്ചുഗീസിന്റെ കാലഘട്ടത്തിലും കാസർഗോഡ് ജില്ലയുടെ ഈ പറയപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ബന്ധം നമുക്ക് കാണാവുന്നതാണ്. ഇതേ പ്രകാരം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ജില്ലയ്ക്ക് ജില്ല എന്നൊരു രൂപീകരണ പശ്ചാത്തലം എന്ന് പറയുന്നത് 1862 മദ്രാസ് പ്രൊവിൻസിന്റെ കീഴിലായിരുന്നു നമ്മുടെ ജില്ല ഉണ്ടായിരുന്നത്. സൗത്ത് കനറ എന്ന പേരിലായിരുന്നു. കാസർഗോഡ് ഒരു താലൂക്കായിരുന്നു. അങ്ങനെ 1951 മലബാർ ജില്ല രൂപീകരിച്ചപ്പോ കാസർഗോഡ് ജില്ല അതിന്റെ ഭാഗമായി. കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ അവിടെയാണ് ഈ പറയപ്പെടുന്ന ഈ കൂട്ടായ്മയുടെ ഈ ചർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട പ്രസക്തി എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായി നടക്കുന്ന 2 എൻട്രൻസ് എക്സാമുകളുണ്ട്. ഒന്ന് IIT അഥവാ ഏറ്റവും മികച്ച, ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് IIT-കളാണ്. IIT-കളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ അറിയാവുന്ന എല്ലാ പ്രമുഖരായ മൾട്ടിനാഷണൽ കമ്പനിയുടെ മുതലാളിമാർ, സിഇഒമാർ IIT പ്രോഡക്റ്റ് ആണ്. സുന്ദർ പിച്ചായി ഖരഗ്പൂർ IIT-യിൽ നിന്ന് മെറ്റലർജിക്കൽ എനർജിയിൽ ബിടെക് കഴിഞ്ഞതാണ്. സത്യനാഥല്ലേ മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആണ്. അത് നമ്മുടെ ഇന്ത്യയിൽ പറഞ്ഞാൽ ഏറ്റവും അവസാനമായി രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ്. അതിന്റെ എല്ലാവിധ പരിമിതികളും നമ്മുടെ ജില്ലയിൽ കാണുന്നു എന്നതാണ് വസ്തുത. ഇതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷണൽ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ
89% നമ്മുടെ ലിറ്ററസി റേറ്റ്. കേരളത്തിൻ്റെ ഇത് 94%. അവിടെ തന്നെ 5% നമ്മൾ പിറകിലാണെന്ന് ചുരുക്കം. 590. അതുപോലെ കണ്ണൂരും മലപ്പുറം പോലെ ആ കണ്ണൂരിന്റെ ഭാഗമായിരുന്നു നമ്മൾ. പൊതുവേദിയോ അല്ലെങ്കിൽ ഒരു പൊതുസമ്മേളനമോ അങ്ങനത്തെ ഒന്നുമല്ല. ഇത് നമ്മൾ തീർച്ചയായിട്ടും ആളെ സെലക്ട് ചെയ്ത് 1 to 1 ക്ഷണിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഇൻസ്പയർഡ് ലീഡേഴ്സ് മീറ്റ് തന്നെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് ഇൻസ്പയർ ആയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആ കുറച്ച് വ്യക്തിത്വങ്ങളെ മാത്രം ക്ഷണിച്ചിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട പോലെ പറയണം. വേറെ എവിടെയെങ്കിലും പോയിട്ട് പറഞ്ഞിട്ട് കഥയില്ല. അപ്പോൾ പറയാൻ പറ്റിയ ആൾക്കാരെ മാത്രം മുമ്പിലിരുത്തിക്കൊണ്ടുള്ള ഒരു അവയർനെസ് മാത്രമാണ് ഇവിടെ നടത്തുന്നത്. തങ്ങൾക്ക് വളരെ തിരക്കുണ്ടെന്ന് അറിയാം. നിങ്ങൾക്ക് എല്ലാവരും തങ്ങളും അതുപോലെ ഗസാലിയും ഒക്കെ നിർത്താതെയുള്ള, ഞാൻ പ്രസംഗിക്കണമെന്നല്ല, അതുകൊണ്ടൊക്കെ പേടിക്കട്ടെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഇതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം മാറി മാറി വരുന്ന ഗവൺമെൻറ് ഒക്കെ വന്നിട്ടും നമ്മൾക്ക് തീർച്ചയായിട്ടും നല്ല അവഗണനയാണ്. അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഏത് രംഗത്തായാലും ശരി. ഈ അടുത്തിടെ തുടങ്ങിയ ഒരു ഇന്ന് തങ്ങളെടുത്ത് ഇപ്പോൾ ചോദിക്കായിരുന്നു, ശതാബ്ദി എക്സ്പ്രസ്, ശതാബ്ദി അല്ലേ കണ്ണൂർ വരെയുള്ളത്, തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ളൊരു ട്രെയിനുണ്ട് ശതാബ്ദി. അപ്പോൾ അതായത് ആ ശതാബ്ദി എക്സ്പ്രസ് വരെ ആ തിരുവനന്തപുരത്ത് നിന്ന് അവർ ഇട്ടപ്പോൾ അത് കാസർഗോഡ് വരെ കൊണ്ടുവരാൻ അവർ തോന്നിയിട്ടില്ല. നല്ല ദീനി ബോധമുള്ള, അതുപോലെ തന്നെ അവർക്ക് ഭൗതികമായ വിദ്യാഭ്യാസം. ഇവരൊക്കെ LLB-കാരാണ്, LLB-കാരുണ്ട്, LLM ഉണ്ട് ഇവരൊക്കെ. അപ്പം നല്ല വിദ്യാഭ്യാസം ഒരു ദീനിയും രണ്ടുമുള്ളവരാണ്. അപ്പോൾ അവർ എന്നെ സമീപിച്ചപ്പോൾ സത്യത്തിൽ ഒരു ഇൻസ്പിറേഷനായിരുന്നു എനിക്ക്. ഇവർക്കൊണ്ട് പറ്റും. അങ്ങനെയാണ് ഗ്ലോബൽ സ്കൂള് ഞങ്ങൾ ആദ്യം അത് നടത്തിയിരുന്ന സ്കൂൾ ഞങ്ങളത് വിലക്ക് വാങ്ങി ഇവരും കൂടി ചേർന്ന് ഞങ്ങളത് ഇപ്പം എത്ര 3 വർഷം അല്ലേ? പക്ഷേ ഞങ്ങൾ 3 വർഷം കഴിയുമ്പോൾ സ്കൂള് ഫുള്ളാണ്. അതായത് ഇപ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് സ്കൂളിൽ ഇപ്പം അഡ്മിഷൻ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാസർഗോഡ് ജില്ലയിലെ തന്നെ ഒരു വൺ ഓഫ് ദി നമ്പർ 1 സ്കൂളാണ്. എല്ലാ ഫെസിലിറ്റിയും, ഫുട്ബോൾ ടർഫ്, അതായത് ഫിഫ മോഡൽ ടർഫൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ സ്കേറ്റിങ്ങിനുള്ള സംവിധാനം, അതുപോലെ ഹോഴ്സ് റൈഡിങ്, 2-3 കുതിരയുണ്ട്, സ്വിമ്മിങ് ഉണ്ട്, ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫീസ് 3 ഇരട്ടി കൂട്ടിയിട്ടും ഒരു കുഴപ്പമില്ല, വിദ്യാർത്ഥികൾ വരും. അത് നല്ലത് നമ്മൾ കൊടുത്താൽ അത് എപ്പോഴും കിട്ടും. ഞങ്ങളത് ആ സ്കൂള് അന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തുനിന്ന് സ്വീകരിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ചാളൊക്കെ സമീപിച്ചിരുന്നു. കാരണം നമുക്ക് മുതൽ മുടക്കാൻ പറ്റാത്ത കൊണ്ടല്ല, എല്ലാവരും ഇതിൻ്റെ ഭാഗവാക്കാവണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കുറേ ആൾ മാറി നിന്നവരുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ നന്നായി നടക്കുന്നുണ്ട്. എല്ലാ വർഷവും 3 മാസം 6 മാസം കൂടുമ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ലാഭവിഹിതം കൃത്യമായി ഈ ഉദവിമാർ തരുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ കൂട്ടി ഒരു അക്കാഡമി, ഒരു വിൻറ്റേജ് അക്കാഡമി ഇപ്പോൾ തുടങ്ങാനാണ് നമ്മൾ പദ്ധതി ഇടുന്നത്. പദ്ധതി എന്ന് വെച്ചാൽ എല്ലാം റെഡിയാണ്. ഇതിൻ്റെ അകത്ത് തന്നെയാണ്. ഒരു 10 ഏക്കറിലാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഘടകം നിലയ്ക്ക് 5 ഏക്കറിലുള്ള ഒരു വിശാലമായ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡോട് കൂടിയ ഒരു ക്യാമ്പസാണ്. അത് കുട്ടികൾക്ക് ദീനി ബോധത്തോടുകൂടി ഈ കുട്ടികളെ 6ാം ക്ലാസ് തൊട്ട് റെസിഡൻഷ്യൽ സ്കൂളിലോട്ടാക്കണം. ഞങ്ങളുടെ കയ്യിൽ 6ാം ക്ലാസ് മുതൽ ഈ കുട്ടികളെ കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ ചാലഞ്ചാണ്. ഞങ്ങൾ ചാലഞ്ച് ചെയ്ത് ഞങ്ങളതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുന്നു. ഈ കുട്ടി നീറ്റ് ആയാലും അതുപോലെ തന്നെ JEE ആയാലും NEP ആയാലും CUET ആയാലും ഏത് എക്സാമിനും അവർക്ക് കോച്ചിങ് ഇല്ലാതെ ഡയറക്റ്റ് നീറ്റ് പരീക്ഷ പാസ്സാവാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. ഇതൊരു ലാഭത്തിന് വേണ്ടിയല്ല. ഇത് നമ്മുടെ നാട്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിൽ തന്നെ കാസർഗോഡ് ഉണ്ടാക്കിയെടുക്കണം. അത് ഖലീലുദ്ദീൻ നേരത്തെ പറഞ്ഞു. നമ്മളെ ഒരു അഡ്രസ്സ്, നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു, ഒരു ലത്തീഫ് ജീവിച്ചിരുന്നു, കെരീറ്റ ജീവിച്ചിരുന്നു, ഖാദർ ചങ്ങള ജീവിച്ചിരുന്നു എന്നുള്ള അടയാളം അവസാനം വരെ ഉണ്ടാവണമെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഇവിടെ അടയാളപ്പെടുത്തണം. അപ്പം ആ ഒരു ഇൻവെസ്റ്റേഴ്സ് ഇല്ലെങ്കിലും ഞങ്ങളത് 100% അത് ചെയ്ത് സ്കൂളിൻ്റെ കഥ പറഞ്ഞ പോലെ ഞങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹമുണ്ട്, ഒരുപാട് പേര് ഇത് ഞങ്ങളതെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ നിൽക്കണം. ഇതൊരു നാടിൻ്റെ പ്രശ്നമാണ്. നാളെ ഇത് എല്ലാവരും വായിക്കുന്നൊരു നാട്ടിൻ്റെ ഒരു പ്രസ്ഥാനമായിട്ട് ഇത് വളരണം. അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങളൊക്കെ ചോദിക്കാം,
എന്താ പറയുക, നിങ്ങൾക്ക് എന്തിനാണ് ഇൻവെസ്റ്റേഴ്സ്, എന്തിനാണ് പാർട്ട്നേഴ്സ്, എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. കാരണം നൂറുകണക്കിന് കോടികൾ മുടക്കി നിങ്ങൾ ഹോസ്പിറ്റൽ, കാഞ്ഞങ്ങാട് ഹോസ്പിറ്റൽ ഇട്ടു, കാസർഗോഡ് ഹോസ്പിറ്റൽ ഇട്ടു. അപ്പോൾ നിങ്ങൾക്കൊരു 10, 25, 30 കോടി മുടക്കി ഇത് ചെയ്യൂടെ? ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മുടെ സ്കൂളിൽ ചെയ്ത പോലെ സ്കൂളിൽ നമുക്ക് എത്ര നല്ലൊരു ശതമാനം ഞങ്ങൾ കാസർഗോഡ് മംഗലാപുരം ബോർഡർ അടച്ചതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് 2 ഹോസ്പിറ്റൽ കാസർഗോഡ് ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഒരുപാട് പേര് പറഞ്ഞു അവരൊക്കെ ഉണ്ടാക്കുമായിരിക്കും ഇൻഷാ അല്ലാഹ്. പക്ഷെ ഞാൻ ആ പറഞ്ഞ സമയബന്ധിതമായി തന്നെ ആ 2 ഹോസ്പിറ്റലും ഉണ്ടാക്കി കൊടുത്തു. അതും നല്ല നിലയിൽ CT സ്കാൻ, MRI, കാത്ത് ലാബ്, ഇനിയിപ്പോൾ 1 മാസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ വിൻടേജ് ഹോസ്പിറ്റൽ തന്നെ നിങ്ങൾക്ക് മംഗലാപുരത്തിന് ആശ്രയിക്കാതെ ഏത് ട്രോമയും ഏത് കാഷ്വാലിറ്റിയും എടുക്കാനുള്ള സംവിധാനത്തിലോട്ട് അതിപ്പോൾ ഞങ്ങൾ മാറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അതേപോലെ ഡയാലിസിസ് മിഷൻ നമ്മൾ ഇട്ടുകൊടുത്തു. ആളാണ് അതല്ല, അവർ സ്വന്തം ഷൂ തുടച്ച് കെട്ടി ഇതാക്കി വൃത്തിയായി അവർ ഇൻഡിപെൻഡൻ്റായി അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി. എൻ്റെ ചെറിയ മോനൊക്കെ ഊട്ടിയിൽ വിട്ടു വരുമ്പോൾ കരച്ചിലായിരുന്നു. ബിക്കോസ് അവിടെ അമ്മനിങ്ങനെ ഇട്ട് എറിഞ്ഞ് വരികയാണ്. പക്ഷെ നമ്മൾ അവരെ ബോൾഡാക്കി നമ്മൾ മോൾഡ് ചെയ്ത് എടുത്തത് കൊണ്ട് ഇന്ന് എൻ്റെ മോൻ ലണ്ടനിൽ പോയിട്ട് 5 വർഷം അവിടെ പഠിച്ചു. ഇന്ന് എന്നെക്കാളും നന്നായി ബിസിനസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അൽഹംദുലില്ലാഹ്, അത് നിലനിർത്തി കൊടുക്കട്ടെ. അപ്പോൾ നന്നായി ചെയ്യുന്നുണ്ട് ആ കുട്ടി. കാരണം അവരെ നമ്മൾ അന്ന് തന്നെ ബോൾഡ് ചെയ്തു. ഇപ്പം എൻ്റെ ചെറിയ ഊട്ടിയിൽ പഠിച്ച മകൻ അവനിപ്പോൾ ന്യൂയോർക്കിലാണ്, ഇപ്പോൾ 3-ാം വർഷം അവിടെ പഠിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവൻ ജോലി അടക്കം ചെയ്തു അലിക്കോ ഇൻഷുറൻസ്. കാരണം നമ്മൾ അവനെ അങ്ങനെ ആക്കി എടുത്തു. ആദ്യം തന്നെ അവരെ നമ്മൾ ഹോസ്റ്റലിൽ വിട്ടു, ഇൻഡിപെൻഡൻ്റ് ആക്കി. ഇപ്പം നമ്മളെല്ലാം ന്യൂയോർക്കിലാണുള്ളതെങ്കിലും എനിക്ക് പേടിയൊന്നുമില്ല. മൂത്ത മകൾ അതില്ല, അന്ന് ആ ഹോസ്റ്റലിൽ ഇട്ടതുകൊണ്ട് അവർ ഡോക്ടറാണ്. അവളിപ്പോൾ MD പിന്നെ മറ്റേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു പുതിയ കോഴ്സാണ് എടുക്കുന്നത്. ഞാൻ അത് പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളെ മക്കളെ ഞാൻ നോക്കാൻ വേണ്ടി. അതുപോലെ തന്നെ എല്ലാം കൂടി തങ്ങളും എല്ലാം കൂടി ക്ഷണിച്ചു. ഇങ്ങനെ വിൻടേജ് സ്കൂളിൻ്റെ പ്രത്യേകമായിട്ടുള്ള പരിപാടിയിൽ സംബന്ധിക്കണം എന്ന് പറഞ്ഞു. ഏതായാലും അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംബന്ധിക്കുവാൻ സാധിച്ചത് സന്തോഷമുണ്ട്. കൂടുതലായിട്ടും കൂടെ പറയുന്ന കാര്യമില്ല. നേരത്തെ ഖലീലും ലത്തീഫ് അതുപോലെ തങ്ങളും എല്ലാം വിശദമായിട്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. കാസർഗോഡിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇതിലൂടെ തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കുന്നത്. കേരള സംസ്ഥാനത്ത് അതിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ ജില്ലയാണ് കാസർഗോഡ്. ലത്തീഫ് മറ്റും പറഞ്ഞു. അതുകൊണ്ട് തന്നെ കാസർഗോഡിനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ എപ്പോഴും കാസർഗോഡിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാനുണ്ടായിട്ടുണ്ട്, എൻ്റെ പാർട്ടിയും. UDF ഭരണത്തിലിരിക്കുമ്പോഴൊക്കെ കാസർഗോഡ് മന്ത്രിമാരുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ സംഭാവനയാണല്ലോ. പിന്നെ വേറെ രീതിയിൽ ഒറ്റപ്പെടുത്തലുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാലാവസ്ഥന്റെ കാര്യം ലത്തീഫ് ഇവിടെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ കാലാവസ്ഥ നിരീക്ഷണം കാസർഗോഡിനെ കുറിച്ച് പറയാത്തത് ഇവിടെ ആവുമ്പോൾ 7 ഭാഷയും പറയേണ്ടി വരുമല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഒരു ഭാഷയിൽ പറയണ്ടാതെ വിചാരിച്ചത്. വിജയിപ്പിക്കുമാറാകട്ടെ. വലിയ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനം, അതിനെല്ലാം അത് നല്ലത് പൂർത്തീകരിക്കുവാനും അതിൻ്റെ എല്ലാ നന്മകളും പ്രകാശിപ്പിച്ചുകൊണ്ട് മുന്നേറുവാനും പ്രഭു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ച് നിർവഹിക്കുന്നു. അത് 2-ലധികം പേര് അതേപോലെ ചോദിച്ചപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി. വിദ്യാഭ്യാസം ലാഭം ഉണ്ടാക്കാനുള്ളതല്ല. വിദ്യാഭ്യാസത്തിന്റെ ലാഭം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ നിന്നും വിദ്യ നേടി പുറത്തേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ അറിവാണ് നമ്മൾ. ആ ലക്ഷ്യം സാധൂകരിക്കാൻ ഏറ്റവും പ്രിയപ്പെട്ട ലത്തീഫ് സാഹിബിന്റെ നേതൃത്വത്തിൽ കാസർകോട്ടെ ഉദാരമതികൾ മുന്നോട്ട് വന്നിരിക്കുന്നു. സ്വപ്നം കണ്ട സ്വപ്ന സമാനമായ ഒരു നിമിഷമാണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം ഇവിടെ നിറവേറ്റപ്പെടുന്നു എന്ന സന്തോഷത്തിൽ ഞാൻ ഓരോ പ്രസംഗത്തിൽ ഇങ്ങനെ കൈയടിക്കുകയാണ്. ഇത്രയും തിരക്കുള്ള തങ്ങൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ വലിയ അനുഗ്രഹം. ഓരോ മിനിറ്റും നമ്മുടെ അനുഗ്രഹം. ഇത് വിജയിക്കും, മറ്റൊന്നും വേണ്ട. ഇവിടെയൊക്കെ ദുആണ്, ഉസ്താദൊക്കെ വിളിക്കുന്നുണ്ട്. ഈ സംരംഭം കാസർഗോഡ് ജില്ലയുടെ ഒരു പൊൻതൂവലായി വളർന്നു വരുന്ന മനോഹരമായ നിമിഷത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. എൻ്റെ ഭാഗത്തുനിന്ന്
ഉന്നതരാകുന്ന ആവശ്യപ്പെടുന്ന പക്ഷം ആവശ്യപ്പെടാതെയും എല്ലാ സഹായങ്ങളും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസകൾ അറിയിക്കുന്നു. വന്യനായ ശൈഖുന യു ഉസ്താദുണ്ട്. വളരെ നേരത്തെ തന്നെ ഉസ്താദ് എത്തുകയും ചെയ്തു. യു ഉസ്താദ് ദുആ ചെയ്ത പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ഇവിടെ സോഫ്റ്റ് ലോഞ്ചിങ് ചെയ്യുകയും ഇനി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യേണ്ട, അതോടൊപ്പം നമ്മുടെ എല്ലാ ശ്രമങ്ങളും നിൽക്കാമെന്നുള്ളത് അതൊരു ധൈര്യമായിരുന്നു. കാസർകോട്ടെ ബിസിനസ്സുകാരോടൊക്കെ പറയാം, പുതിയ ഒരു ആശയമായിട്ട് യുവാക്കളായ ആളുകളൊക്കെ വരുമ്പോൾ ധൈര്യത്തോടെ കൂടെ നിൽക്കുക, പൈസ കൊടുക്കാന്നൊക്കെ പറയുന്നത് ഒരു വലിയ ക്വാളിറ്റിയാണ്. അദ്ദേഹം പോകുന്നിടത്തൊക്കെ നമ്മളെ പറ്റി പറയുന്നു എന്ന ഒരു സന്തോഷം കൂടിയുണ്ട്. അപ്പൊ ഏതായാലും ലത്തീഫ്ച്ച മുമ്പിലുണ്ട്. പ്രിയപ്പെട്ട കരീം ഷാ, നമ്മുടെ സിറ്റി ഗോൾഡ് കരീം ഷാ എന്ന് പറഞ്ഞാൽ കാസർകോട്ടെ ജീവകാരുണ്യത്തിന്റെ ഒക്കെ ഒരു മറുപേര് പോലെ നിൽക്കുന്ന ആളാണ്. പിന്നെ ടീമിലുള്ള ആളെയും കൂടി പരിചയപ്പെടുത്തി ഞാൻ നിർത്തുക. കർണാടകയിൽ നിന്ന് ഒരു അബ്ദുൽ ഖാദർ ഹാജി ഞങ്ങളോടൊപ്പം ഉണ്ട്. തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു സുലൈമാൻ ഹാജി, പ്രിയപ്പെട്ട സുലൈമാൻ നമ്മുടെ സ്കൂളിലുണ്ട്. ഈ വിൻടച്ച് അക്കാദമിയിൽ അദ്ദേഹം വലിയ ഒരു ഭാഗം അതിന്റെ ഏറ്റെടുക്കാൻ തയ്യാർ. സ്വാഗത ഭാഷണം നടത്തിയ സയ്യിദ് ഹുസൈൻ തങ്ങൾ ഇലക്ഷൻ സമയത്ത് അവർ സ്ഥാനാർത്ഥിയാകാൻ പാണക്കാട് സയ്യിദന്മാരെ കാണാറുണ്ട്. ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേരളീയ പൊതുസമൂഹം ഏറെ ആദരവോടുകൂടെ കാണുന്ന ആദരണീയരായ പാണക്കാട്ട് വലിയ തങ്ങൾ, പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ആളുകളുടെ കഴിവെന്താണ് എന്ന് തിരിച്ചറിയേണ്ടത് ഒരു ലീഡറിന്റെ, ഒരു നേതാവിന്റെ യോഗ്യതയാണ്. എല്ലാവരും പള്ളി ഉസ്താദുമാരാവലല്ല, എല്ലാവരും ഖതീബുമാരാവലല്ല. ഓരോ ആളുകളുടെ വാസനയും സ്കില്ലിനെയും നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ റിക്രൂട്ട് ചെയ്യുക എന്നതാണ് ഒരു ലീഡറിന്റെ ക്വാളിറ്റി എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. وينشط ذاك السقيم العليم وقد كان بالسقم دهرا طريق تقال العثار سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يا ساعة الفضاء الرحيم الفسيح سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يا ساعة الفضاء الرحيم الفسيح فبالله كم تستطب القروح ويبرأ جروح الكسير الجريح وينشط ذاك السقيم العليل وقد كان بالسقم دهرا طريق تقال العثار
സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാവൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.